ഞാൻ അവളുടെ കവിളിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. അവൾ നല്ല ഉറക്കത്തിലാണ്. ആശുപത്രിയുടെ മണം എൻ്റെ ഉറക്കം കെടുത്തിയിട്ട് കുറേയായി. പേടിയാണ് ഉറങ്ങാൻ. ഉറങ്ങിയാൽ അവളെ കൊണ്ട് പോയാലോ? നിന്നെ ഡോക്ടർ വിളിക്കുന്നു, ചുമലിൽ തട്ടിക്കൊണ്ട് സുഹൃത്താണ് പറഞ്ഞത്. ഞാൻ അവനെ നോക്കി. വേഗം ചെല്ലാം, അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഞാൻ കണ്ണു തുടച്ച് വേഗത്തിൽ പുറത്തേക്ക് നടന്നു. ഡോക്ടറുടെ ക്യാബിനത്തേക്ക് കയറിയപ്പോൾ വേറെ ആരോ ഒരാൾ കൂടെയുണ്ട്. ഡോക്ടർ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട്, ബ്രെയിൻ ഡെത്താണ്. ആ കുട്ടി ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ സമ്മതപത്രം നൽകിയ കുട്ടിയാണ്. കുറച്ച് ഫോർമാലിറ്റി ഉണ്ട്. എന്നാലും ആ കുട്ടിയുടെ ഹൃദയം ഇയാളുടെ ഭാര്യയ്ക്ക് ഒരു ജീവിതം കൊടുക്കും. ഉടനെ തന്നെ ഓപ്പറേഷൻ തയ്യാറാവും. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അറിയിക്കാം. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അത്രയ്ക്ക് മനമുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജീവിച്ച് കൊതിത്തീരും മുന്നെയാണ് അസുഖം ഞങ്ങൾക്കിടയിൽ വില്ലനായത്. അസുഖം ഹൃദയത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു മരവിപ്പായിരുന്നു. അവളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ആരായിരിക്കും, ആരുടേതായിരിക്കും ആ ഹൃദയം? എടാ, ഇതാണ് ആ കുട്ടി. സുഹൃത്ത് മൊബൈൽ ഫോൺ എന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. നിനക്കെങ്ങനെ കിട്ടി? അതൊക്കെയുണ്ട്, നീ കണ്ടോ, പക്ഷെ ഭാര്യയെ കാണിക്കണ്ട. ഞാൻ അവന്റെ മൊബൈൽ വാങ്ങി ഫോട്ടോ നോക്കി. നെഞ്ചിലൊരു പിടച്ചിൽ, ഹൃദയം നിന്ന പോലെ തോന്നി. ഞാൻ മൊബൈൽ അവൻ തിരിച്ചു കൊടുത്ത് വേഗത്തിൽ പുറത്തേക്ക് നടന്നു. ആൻസി, ഞാൻ മനസ്സിൽ പറഞ്ഞു. ഞാൻ എന്നാണ് അവളെ കണ്ടതെന്ന് കൃത്യമായി ഓർമ്മയില്ല. പക്ഷേ ഓർമ്മയിൽ മായാത്തൊരു കാഴ്ചയുണ്ട്. ബൈക്കിൽ ഓഫീസിലേക്ക് വരുമ്പോഴാണ് ഞാനത് കാണുന്നത്. റോഡിൽ 4-5 ആളുകൾ കൂടി നിൽക്കുന്നു. നടു റോഡിൽ ഒരു വൃദ്ധൻ ഏതോ വണ്ടി തട്ടി കിടക്കുകയാണ്. രക്തം വാർന്ന റോഡിൽ തളം കെട്ടി കിടക്കുന്നുണ്ട്. ഞാനൊന്ന് വലിഞ്ഞ് ശരിക്കുമൊന്ന് നോക്കി. അറിയുന്ന ആരുമല്ല. മെല്ലെ ബൈക്ക് മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയ ഒരു ബസ്സിൽ നിന്നും ഒരു പെൺകുട്ടി ഇറങ്ങി ഓടി വരുന്നത് കണ്ടത്. അവളുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ അവിടെ ആരോ ആണ് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നി. അവൾ ഓടി അയാളുടെ അരികിലിരുന്നു. പിന്നെ നെഞ്ചിൽ മെല്ലെ തല ചേർത്തുകൊണ്ട് ഹൃദയമിടിപ്പ് നോക്കുന്നത് കണ്ടു. പിന്നെ ഷാൾ കൊണ്ട് അയാളുടെ തലയിലെ മുറിവിൽ കെട്ടി. പിന്നെ സഹായത്തിനായി ചുറ്റും നോക്കി. അത് കണ്ടപ്പോൾ എന്നിലെ മനുഷ്യ സ്നേഹി ഉണർന്നു. ഞാൻ വണ്ടി സൈഡാക്കി ഓടി അവളുടെ അരികിലെത്തി. അയാളെ മെല്ലെ പിടിച്ചുയർത്തി. പിന്നെ അതിലെ പോയ ഓട്ടോ കൈ കാണിച്ച് നിർത്തി. ഞാനും അവളും അയാളെ ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ഞാൻ സംസാരിക്കാൻ ചെറിയ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. അങ്ങനെ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അയാൾ അകത്തേക്ക് കൊണ്ടുപോയതും ഞാൻ അവളുടെ മുന്നിലേക്ക് മാറുന്നുണ്ട് ചോദിച്ചു. പേടിക്കാനൊന്നുമില്ലെന്ന് തോന്നുന്നു. അല്ല, കുട്ടിയുടെ ആരാണത്? അവൾ ബാഗിൽ നിന്ന് കർച്ചീഫ് എടുത്തുകൊണ്ട് കയ്യിലെ ബ്ലഡ് എല്ലാം തുടച്ചുകൊണ്ട് എന്നെ നോക്കി. എന്റെ ആരുമല്ല, വഴിയിൽ കിടക്കുന്ന കണ്ടപ്പോൾ എത്തിച്ചു, അത്രയേ ഉള്ളൂ. ഞാൻ കുറച്ചു നേരം അങ്ങനെ നിന്നുപോയി. ഇങ്ങനെയും പെൺകുട്ടികളുണ്ടോ? ആണായ ഞാൻ പോലും മടിച്ചു നിന്നതാണ്. എനിക്ക് എക്സാം ഉണ്ട്, ഞാൻ പോവാണ് കേട്ടോ, ഇല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് അവൾ മെല്ലെ നടന്നു നീങ്ങി. അവൾ നടന്നു മറയുന്നവരെ ഞാൻ അങ്ങനെ നോക്കി നിന്നു. എല്ലാം കഴിഞ്ഞു. ഓഫീസിലേക്ക് പോകുന്ന സമയത്തെല്ലാം എന്റെ മനസ്സിൽ അവളായിരുന്നു. അവൾ ആരാണെന്നോ പേരെന്താണെന്നോ പോലും ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ അവളെ പിന്നീട് കാണുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ്. അതും മറ്റൊരു വ്യത്യസ്ത കാഴ്ചയോടെ. ഞാൻ സിറ്റിയിലെ ഒരു കഫേയിൽ ക്യാപിച്ചിനോ നുണയുമ്പോഴാണ് അവൾ അവിടെ കയറി വരുന്നത് കണ്ടത്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച അതായിരുന്നില്ല. അവളുടെ കൂടെ മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങളെല്ലാം ധരിച്ച
10ഓളം തെരുവ് കുട്ടികൾ. അവളൊരു കോർണറിലെ ഒരു ടേബിളിന്റെ അടുത്ത് പോയി നിന്നു. കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം അവിടെ ഇരുത്തിക്കൊണ്ട് അവളൊരു ചെയർ വലിച്ച് അവരുടെ അടുത്തിരുന്നു. എല്ലാവർക്കും ക്യാപ്ചിനോയും ചോക്ലേറ്റ് കേക്കും ഓർഡർ ചെയ്തു. ഇതെല്ലാം നോക്കിയിരുന്നപ്പോഴാണ് ഒരു വെയിറ്റർ അവിടെ അവളുമായി തർക്കിക്കുന്ന ഞാൻ കണ്ടത്. ഞാൻ മെല്ലെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് നടന്നു. ഞാൻ കാര്യം ചോദിച്ചപ്പോൾ ഇതുപോലുള്ള കുട്ടികൾ അവിടെ ഇരുത്തിയാൽ നല്ല കസ്റ്റമേഴ്സ് അവിടേക്ക് വരില്ലത്രേ. ഞാൻ വെയിറ്റർ മെല്ലെ പറഞ്ഞു വിട്ടു. അവളെ നോക്കി ചിരിച്ചു. എന്നെ അറിയോ, നമ്മളൊരിക്കൽ ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഓർമ്മയുണ്ട്, ഞാൻ ഈവനിങ് അവിടെ പോയിരുന്നു. പിന്നെ ഇന്നെന്റെ ഫസ്റ്റ് സാലറി കിട്ടി. അതൊന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വന്നതാ. ഞാൻ കണ്ണു വീഴ്ചുകൊണ്ട് അവളെ നോക്കി. അതെ, അവര് പറയുന്നതിൽ കാര്യമുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ വന്നാ നല്ല കസ്റ്റമേഴ്സ് ഒന്നും ഇവിടെ വരില്ല. ഇതിന്റെ ക്ലാസ് അതില്ലാതാവും. ഞാനൊരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. അവളൊന്നും പറഞ്ഞില്ല, ചെറുതായൊന്ന് ചിരിച്ചു. പിന്നെ കസേരയിൽ അമൃതിന്നുകൊണ്ട് പറഞ്ഞു, സാറ് പോയിക്കോളൂ, ഞങ്ങളിപ്പോ ഇറങ്ങും. അവൾ തിരിഞ്ഞുകൊണ്ട് കുട്ടികളോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ മെല്ലെ എന്റെ സീറ്റിലേക്ക് മടങ്ങി. വേണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊരു തോന്നൽ അപ്പോഴാണ് മനസ്സിലേക്ക് വന്നത്. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അവളുടെ പ്രീതി നേടുന്നതിന് പകരം ഞാൻ അവളെ വേദനിപ്പിക്കുകയാണ് ചെയ്തെന്നൊരു തോന്നൽ എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു. ഇനി അവളെ കാണുകയാണെങ്കിൽ ഒരു സോറി പറയണം, അവളെ പരിചയപ്പെടണം, ഞാൻ ഉറപ്പിച്ചു. പക്ഷേ എങ്ങനെ, എവിടെ വെച്ച് കാണുമെന്ന കാര്യത്തിൽ ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. കാലം അവളെ പിന്നെയും എന്റെ മുന്നിലെത്തിച്ചു. അന്ന് ഞാൻ അവസരം മുതലെടുത്തു. അവളെ പരിചയപ്പെട്ടു. പരിചയം പിന്നെ പ്രണയത്തിലേക്ക് വഴിമാറി. എനിക്ക് അവളൊരു അത്ഭുതമായിരുന്നു. നന്നായി ചിന്തിക്കുന്ന, ദേഷ്യപ്പെടാത്ത, എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി. ഞാൻ എത്ര വഴക്കിട്ടാലും ചീത്ത പറഞ്ഞാലും ഒരു ചിരിയിൽ എന്നെ മയക്കുന്ന എന്റെ മാത്രം സുന്ദരി. പ്രണയം വിവാഹത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അവൾ അവളുടെ ഒരു വൃക്ക ദാനം ചെയ്യാൻ തീരുമാനിച്ചു പോലും. അവൾ സന്തോഷത്തോടെ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. നിനക്കെന്താ വട്ടുണ്ടോ? ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവളുടെ നേരെ നിന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. പേപ്പർ ഒപ്പിട്ടു, ടെസ്റ്റും ചെയ്തു. അവൾ വിക്കി വിക്കി പറഞ്ഞു. ഞാൻ മറുപടി കൊടുത്തത് കൈകൊണ്ടാണ്. കവളിൽ തന്നെ കൊടുത്തു. അവൾ അടികൊണ്ട് നിലത്തിരുന്നു പോയി. അല്പസമയം ഞങ്ങളൊന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ അവൾ നോക്കി ചോദിച്ചു, നീ ഉറപ്പിച്ചോ? അവളൊന്നും പറഞ്ഞില്ല. മുറിഞ്ഞ ചുണ്ട് കൈപ്പത്തിയുടെ പുറംഭാഗം കൊണ്ട് തുടച്ച് എന്നെ നോക്കി. നീ എന്തെങ്കിലും ഒന്ന് പറയൂ. എന്നോട് പറയാതെ വാക്കുകൊടുക്കാൻ ആര് പറഞ്ഞു? ശരി, വാക്കല്ലേ, മാറ്റാവുന്ന കാര്യമില്ലേ? നീ വിളിച്ചു പറയൂ പറ്റില്ലാന്ന്. അവൾ നിസ്സഹായതയോടെ എന്നെ നോക്കി. ഞാൻ ഈ അവസരത്തിൽ കൈവിട്ടാൽ അവർക്ക് വേറൊരു വഴിയുണ്ടാവില്ല. ഇപ്പോൾ തന്നെ ക്രിട്ടിക്കലാണ്. പിന്നെ അവരുടെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ല. നീ ആരാണ് മദർ തെരേസയോ? നീ വൃക്ക കൊടുത്ത് ആരെയും രക്ഷിക്കണ്ട. അതിലൊക്കെ വേറെ ആളുണ്ടാവും. നിനക്കൊരു ആവശ്യം വന്നാ ആരുണ്ടാവില്ല. അവളെന്റെ കൈ പിടിച്ചു. പാവങ്ങളല്ലേ അവർ. ഒന്നും തിരിച്ചു കിട്ടാനല്ലല്ലോ നമ്മളൊരാളെ സഹായിക്കുന്നത്. ഞാൻ അവളുടെ കൈ തട്ടി മാറ്റി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ ആ വഴിക്ക് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ബന്ധം മുന്നിട്ടുണ്ടാകാൻ താല്പര്യമില്ല. അവളെ വിട്ടു പോരുമ്പോൾ അവൾ വിളിക്കുമെന്നും തീരുമാനം മാറ്റുമെന്നും കരുതിയിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. അവൾ ഇടയ്ക്കിടെ വിളിക്കുമെങ്കിലും
ഞാൻ ഫോൺ എടുക്കാറുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും എന്നെ അനുസരിക്കാത്തൊരു കുട്ടി എന്തിനാണ് എനിക്ക്? ഫോൺ റിങ് ചെയ്തപ്പോഴാണ് ബോധം വരുന്നത്. ഞാൻ മെല്ലെ ഫോൺ ചെവിയുടെ എടുത്തു. ഓപ്പറേഷൻ വിജയമാണ്. വിജയിച്ചതാര്? തോറ്റതാര്?